ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ഈസി ആയിട്ടൊരു ബീട്രൂട്ട് തോരനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് ഇനബിൾ ആക്കി വെക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അത് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ 2 ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊന്ന് തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി കുനുകുനാന്ന് അരിഞ്ഞെടുത്തതാണേ. ഇനി ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചട്ടി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പുതിയ മൺചട്ടി വാങ്ങിച്ചാട്ടോ. അപ്പോൾ അതൊന്ന് എണ്ണ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൺചട്ടിയിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്തേക്ക് അതൊന്ന് ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തു. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഉണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതിനി ഒന്ന് ബ്രൗൺ കളർ ആവണം. ഞാനൊരു പകുതി സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടുതലൊന്നും ചേർക്കുന്നില്ല, ഒരു അരപ്പാതി മതിയാവും ഇതിന്. അത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് മുരിഞ്ഞ് കിട്ടണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഈ സവാള വാടി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു തോരനിലോട്ട് ഉപ്പ് ഇനി ചേർത്ത് കൊടുക്കുകയും വേണ്ട. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഞാൻ ഇതിലേക്ക് 2 ഉണ്ടമുളകാണ് കേട്ടോ അരിഞ്ഞ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറച്ച് ജീരകം കൊടുക്കാം. നല്ല ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്കും നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ഇതിനകത്തൊക്കെ ചേർക്കാം. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെളിച്ചെണ്ണയിലൊന്ന് മിക്സായി കിട്ടണ വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇളക്കി കൊടുക്കാൻ. ഇനി അതിനകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റായിക്കോളും. ഇനി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കുവാണ്. ഇനി ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം. തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആവി കയറിയിട്ട് അതങ്ങ് വെന്ത് കിട്ടുവേ. എന്നിട്ടൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് നമ്മുടെ ഓഫീസിൽ കൊണ്ടുപോകാനാണെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഇനി ഈ ഒരു സമയത്ത് ഞാനൊരു അരപ്പാതി നാളികേരം എടുത്തിട്ടൊന്ന് ചിരകി എടുത്തു കേട്ടോ. ഒരു അരപ്പാതി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി തേങ്ങ കൂടി ഒന്ന് അതിനകത്തൊന്ന് ഒതുങ്ങി കിട്ടണം. ഇനി ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.